ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാത്സിലെ ആവറേജ് അല്ലെങ്കിൽ ശരാശരിയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ശരാശരി? ശരാശരി എന്ന് പറഞ്ഞാൽ, സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. എനിക്കിത് 4 കുട്ടികൾക്കിടയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കും? 100/4 25 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യ അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എത്ര വരും എന്നത് കണക്ക് കൂട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആവറേജ്. അല്ലെങ്കിൽ പറയാം, ഒരു സംഘം വ്യക്തികളിലുള്ള ഒരു തൂക്കമോ അല്ലെങ്കിൽ അവരുടെ ഏജോ നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഓരോരുത്തർക്കും എത്ര വരും എന്ന് പറയുന്നതാണ്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എത്ര വരും എന്ന് പറയുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ 100 രൂപയുണ്ട്, 4 കുട്ടികൾ വന്നു, ഞാൻ 25 രൂപ വീതം 4 പേർക്കും കൊടുത്തു. അപ്പോൾ 25 രൂപയാണ് ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നി, എനിക്ക് 25 രൂപ കൊടുത്താൽ പോരാ, ഞാൻ ഓരോരുത്തർക്കും കൂടി 10 രൂപ വീതം കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഈ 4 പേർക്കും 10 രൂപ വീതം കൊടുത്തു. അപ്പോൾ എന്തായി? എല്ലാവർക്കും 35 രൂപ വീതം കിട്ടി. അപ്പോൾ ആവറേജ് എന്തായി? ആവറേജ് 10 കൂടി ഇൻക്രീസ് ചെയ്തിട്ട് 35ആയി. പിന്നെ എനിക്ക് തോന്നി, ചില വലിയ കുട്ടികളാണ് 2 പേരുള്ളത്, അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് ഒരു 50 രൂപ വീതം കൂടി കൊടുത്തു. അപ്പോൾ എന്തായി? ഇപ്പോൾ ആവറേജ് 35ആണുള്ളത്. പിന്നെ ഞാൻ ഒരു 2 വീതം 2 കുട്ടികൾക്കും കൂടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എന്തായി? ഈ 100 രൂപ വീണ്ടും ഈ 4 പേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് 25 രൂപ പ്ലസ് ഓൾറെഡി ഉള്ള 35. അപ്പോൾ 35ഉം 25ഉം എത്രയായി? 60 രൂപയായി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സംഖ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലോ അല്ലെങ്കിൽ വ്യക്തികളിലോ എന്തെങ്കിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ശരാശരി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വേണ്ടി നോക്കാം. സപ്പോസ് ഒരു 5 നമ്പറുകൾ തന്നിട്ടുണ്ട്. സേ ABCDE. എന്താണ്? ABCDE പറഞ്ഞിട്ട് 5 നമ്പറുകൾ തന്നിട്ടുണ്ട് വയ്ക്കാം. അപ്പോൾ ഇവയുടെ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെ കണക്ക് കൂട്ടുക? A+B+C+D+E ഡിവൈഡഡ് ബൈ 5. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആവറേജ് കൂട്ടുക. തന്നിരിക്കുന്ന സംഖ്യയുടെ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ സംഖ്യകളുണ്ടോ അത്രണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുകയാണ് നമ്മുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് എങ്ങനെ കൂട്ടുക? തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക കണ്ട് അവയെ എത്ര സംഖ്യകളുണ്ടോ അത്ര എണ്ണം സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വേറെ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സംഖ്യകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആളുകൾ അവയെ ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തമായിട്ടുള്ള സംഖ്യ കിട്ടും. ഓക്കെ. അത് വെയിറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ വയസ്സാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ആവറേജിന് വേണ്ടി കണക്ക് കൂട്ടാം. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു ആവറേജ് 1 ഇൻക്രീസ് ചെയ്യണം വെച്ചാൽ അല്ലെങ്കിൽ 10 ഇൻക്രീസ് ചെയ്യണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള ഓരോ മെമ്പറിനും 1 വീതം ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ 10 വീതം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഓരോ മെമ്പറിനും ആ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പറിനും നമ്മൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ അതിന് കറസ്പോണ്ടായിട്ട് ആവറേജ് ഇൻക്രീസ് ആകുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ വീണ്ടും മനസ്സിലാക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിൽ ഞാൻ ചോദ്യം വായിച്ചു വിടുകയാണ്, അത് ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട് ചെയ്യുക, വേണ്ടവർ നോട്ട് ചെയ്യുക. ഒരു 25 പേരുള്ള സംഘം ഉണ്ടായിരുന്നു. അതിൻ്റെ ശരാശരി വയസ്സ് 28ആണ്. അപ്പോൾ ഒരു സംഘത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 25 ആൾക്കാരുണ്ടായിരുന്നു. അവയുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഏജിൻ്റെ ആവറേജ് പറയുന്നത് 28ആയി. അതിലേക്ക് ഒരാൾ കൂടി വന്നപ്പോൾ എന്തായി? ശരാശരി 1 കൂടി. ഒരാൾ കൂടി ചേർന്ന് വന്നപ്പോൾ എന്തായി? ശരാശരി കൂടി. അപ്പോൾ പുതിയ ആവറേജ് എത്രയാണ്? പുതുതായി വന്ന ആളുടെ ഏജ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ, ഒരു സംഘത്തിൽ 25 ആൾക്കാരുണ്ടായിരുന്നു, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 28ആണ്. പുതിയ ഒരാൾ വന്നപ്പോൾ ആവറേജ് 29 ഒന്ന് കൂടി. അപ്പോൾ എന്താ 28 29 ആവും. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഏജ് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺ പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ടോട്ടൽ സം എത്രയായിരുന്നു? 25 × 28. അപ്പോൾ എത്ര വരിക? 25 × 28 ചെയ്യാൻ പലവിധ ഐഡിയാസ് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം ഞാൻ എഴുതുന്നുണ്ട് 700. ഞാൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ 100/4 × 28, 28/4 7, 7 × 100 700, അങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ 25 × 28, 25 പേരുള്ള സമയത്ത് 28 ആവറേജ് ഉള്ള സമയത്ത് ടോട്ടൽ സം എന്ന് പറയുന്നത്, ടോട്ടൽ ആളുകളുടെ ഏജ് എന്ന് പറയുന്നത് 700 ഇനി 26 പേര് ഏജ് ആവറേജ് ഇൻക്രീസ് ചെയ്തിട്ട് 29. അപ്പോഴുള്ള ടോട്ടൽ ആളുകളുടെ ഏജ് എന്ന് പറയുന്നത് എന്താണ്? 26 × 29. അതെത്ര വരിക? 9 × 6 54. സിസ്റ്റം 5. 9 6 15 2 30, 30 5 35. സിസ്റ്റം 3. 2 4 3 754. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ എത്രയുണ്ടായിരുന്നു? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ആൾക്കാരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 700 ആയിരുന്നു. പുതുതായി ഒരാൾ വന്നപ്പോൾ എന്തായി? ആവറേജ് മൊത്തമായിട്ട് ഇൻക്രീസ് ചെയ്ത് ടോട്ടൽ ഏജ് എന്തായി? ടോട്ടൽ ഏജ് ഇൻക്രീസ് ചെയ്ത് 754 ആയി. അപ്പോൾ പുതുതായി വന്ന ആളുടെ എഫക്റ്റ് കൊണ്ടാണ് എന്തായത്? ഈ 700-ൽ നിന്നും ടോട്ടൽ ഏജ് 754 ആയി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? 754 മൈനസ് 700 അത് ചെയ്താൽ പുതിയ ആളുടെ ഏജ് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്ര വരിക? 754 മൈനസ് 700 പറയുന്നത് 54. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ഒരു എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എക്സാമിന് പോകുമ്പോൾ എങ്ങനെ ചെയ്യാം? 25 ആളുകളുടെ ഏജ് ആവറേജ് എന്ന് പറയുന്നത് 28. ഇനി പുതുതായി വന്ന ആൾ ഈ ആവറേജ് ഇൻക്രീസ് ചെയ്യണം വെച്ച് എന്ത് ചെയ്യണം? ഈ പുതുതായി വന്ന ആളുടെ ഏജ് ഈ 25 പേർക്കും കൊടുക്കണം, ഓരോന്ന് വീതം കൊടുക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഡൊണേറ്റ് ചെയ്യണം. 25 വയസ്സ് ഡൊണേറ്റ് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ വയസ്സ് കൊടുക്കുന്നതുകൊണ്ട് 25 വയസ്സ് ഡൊണേറ്റ് ചെയ്യണം. ഇതില്ലാതെ ഇയാളുടെ ആവറേജും കൂടി പുതുതായി വന്ന ആവറേജിൽ എത്തിയാൽ മാത്രമല്ലേ ആ ഗ്രൂപ്പിൻ്റെ ആവറേജ് സെയിം ആയിരിക്കുള്ളൂ. അപ്പോൾ അത് അയാൾക്ക് എത്ര വേണം? 29 വേണം. അപ്പോൾ 29 + 25 എത്ര വരും? 54 ആകും. ഇതാണ് ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. ഈസി മെത്തേഡിനെ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് പുതുതായി വന്ന ആൾ ആവറേജ് ഇൻക്രീസ് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഓരോന്ന് വീതം കൊടുക്കണം, ഓരോ ഏജ് വീതം കൊടുക്കണം. അപ്പോൾ ഇവിടെ 25 പേരുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? 25 വയസ്സ് ഓരോരുത്തർക്കും ഓരോരോ വയസ്സ് കൊടുത്ത്, അപ്പോൾ മൊത്തം 25 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 25 വയസ്സ് ഡൊണേറ്റ് ചെയ്യണം. ഇതില്ലാതെ ഇയാൾക്കും കൂടി പുതിയ ആവറേജ് ഉണ്ടായാൽ മാത്രമേ ആ ഗ്രൂപ്പിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുകയുള്ളൂ. അപ്പോൾ പുതുതായിട്ടുള്ള ആവറേജ് എത്രയാണ്? 29. അപ്പോൾ 29 + 25 54. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? വേറൊന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ 28 × 25 ചെയ്തു. ഈ 28 × 25 ചെയ്യുന്നതിന് പല വിധത്തിൽ ചെയ്യാം. നമ്മൾ സാധാരണ പണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 28 × 25 നമ്മൾ ഇങ്ങനെ എഴുതി കണക്ക് കൂട്ടും. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇതില്ലാതെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഗുണിച്ച് പഠിക്കണം. 5 40, സിസ്റ്റം 4, 2 10, 2 16, 10 16, 26 4 30, സിസ്റ്റം 3, 2 4 4 3 7 700. ഇതില്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് 28 × 25 ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ ഇടത് ഭാഗത്തുള്ള അക്കങ്ങൾ തുല്യമാണ്. അതായത് ഈ ഇടത് ഭാഗത്തെല്ലാം 2 ഉള്ളത്. ഈ 2 കോമൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? 8 × 5 40, സിസ്റ്റം 4. പിന്നെ ഈ 8 + 5 ഏതാ ചെയ്യുക? 8 + 5 13. ഈ 13ന് ഇവിടെ കോമൺ ആണെന്ന് വെച്ചാൽ ആ കോമൺ സംഖ്യ കൊണ്ട് ഗുണിക്കുക. 13 × 2 26. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? 8 + 5 × 2 8 5 13, 13 × 2 26. പിന്നെ ഓൾറെഡി അവിടെ ഒരു 4 സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയാവും? 26 4 30 ആവും. അപ്പോൾ സിസ്റ്റം
3. ഓക്കെ ആണല്ലോ. പിന്നെ 2 4 4 3 7 700. ഇങ്ങനെ ചെയ്യാം. ഇതൊരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് ഇതെങ്ങനെ ചെയ്യാം? 25 പ്ലസ് 3 ഇൻറ്റു 25 ചെയ്തുകൂടെ? ചെയ്യാം. 28 നമുക്ക് എന്ത് എഴുതാം? 25 പ്ലസ് 3 ഇൻറ്റു 25. അപ്പോൾ 25 ഇൻറ്റു 25 എന്താണ്? 625 ആണ്. പ്ലസ് 25 ഇൻറ്റു 3 75. അപ്പോൾ എത്ര വരും? 700. ചിലവർക്ക് 25 സ്ക്വയർക്ക് കാണാണ്ട് പഠിച്ചിട്ടുണ്ടാവും. അത് 625 ആണ്. ഇനി ഇങ്ങനെയുള്ള സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഉണ്ട്. ഇപ്പോൾ 25 സ്ക്വയർ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ 5-ൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് ലാസ്റ്റ് 5 വരുന്നതവിടെ നമ്മൾ എന്ത് ചെയ്യാം? 25 എഴുതാം. പിന്നെ ഈ ഇടത് ഭാഗത്തുള്ള സംഖ്യയെ അതിൻ്റെ തൊട്ടടുത്ത അക്കമായിട്ട് ഗുണിക്കാം. ഇപ്പോൾ ഇവിടെ 2 ആണുള്ളത്. 2 ഇൻറ്റു അടുത്ത അക്കം ഏതാണ്? 3. 23 6. അതിവിടെ എഴുതാം 625. ഇത് എത്ര വലിയ സംഖ്യയ്ക്ക് വേണമെങ്കിലും കണക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള സൂത്രമാണ് ഞാൻ പറഞ്ഞത്. 28 ഇൻറ്റു 25 വേറെ എങ്ങനെ ചെയ്യാം? ഈ 25 ആകുന്ന സമയത്ത് 100/4 ആണല്ലോ 25. അപ്പോൾ 28 ഇൻറ്റു 100/4 ചെയ്യാം. ഈ 100/4 ഈ 4നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 വരും. 7 ഇൻറ്റു 100 700 വരും. നമ്മൾ ഈ മെത്തേഡ് എത്തണം. ഈ മെത്തേഡിന് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് എക്സാം ഹാളിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റുകയുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതേ പിക്നിക് സംഘം, അങ്ങനെ 25 സംഘങ്ങളുള്ള പിക്നിക് സംഘം, അവയുടെ ആവറേജ് എന്ന് പറയുന്നത്, അവരുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ഓക്കെ, ഇനി പുതുതായിട്ട് ഒരു ആൾ വന്നപ്പോൾ എന്തായി? അവയുടെ ശരാശരി 1 കുറഞ്ഞു. ഓക്കെ, പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ എന്തായി? ശരാശരി 1 കുറഞ്ഞു. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഏജ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? 25 ഇൻറ്റു 28 ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 25 ഇൻറ്റു 28 700 കിട്ടി. പുതുതായിട്ട് ഒരാളും കൂടി വന്നപ്പോഴുള്ള ഏജ് ടോട്ടൽ ഏജ് എത്രയാണ്? 26 ഇൻറ്റു 27. അതെത്ര വരിക? 26 ഇൻറ്റു 27 6 7 42. സിസ്റ്റം 4. 6 7 13. 13 ഇൻറ്റു 2 26. 26 4 30. സിസ്റ്റം 3. 2 4 3 7 702. അപ്പോൾ പുതുതായി വന്ന ആൾ കാരണം ടോട്ടൽ ഏജിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഏജ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. പുതുതായി വന്ന ആളുടെ ഏജിൻ്റെ ശരാശരി ഇപ്പോൾ എത്രയായിരുന്നു? 1 കുറഞ്ഞ് 27. ഈ 27 നിന്നും എന്ത് ചെയ്യണം? അയാൾ ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും ഏജിൽ നിന്ന് ഓരോന്ന് വീതം എടുത്താൽ മാത്രമല്ലേ ആ ടോട്ടൽ ശരാശരി എന്ന് പറയുന്നത് 1 കമ്മിയാവുകയുള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. പുതിയ ആവറേജ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ പുതിയ വന്ന ആളുടെ ഏജ് ശരാശരി എല്ലാ ടോട്ടൽ ഏജ് ശരാശരി 1 കമ്മിയാവണമല്ലോ. അപ്പോൾ പുതുതായി വന്ന ആളുടെ ശരാശരി 27 ആയിരിക്കും. ഈ 27 ഉള്ള ആൾ എന്ത് ചെയ്യണം? മറ്റുള്ള എല്ലാവരിൽ നിന്നും ഓരോന്ന് വീതം എടുത്താലല്ലേ ബാക്കിയുള്ള ആളുകളുടെയും ആവറേജ് 1 കമ്മിയാവുകയുള്ളൂ. അപ്പോൾ 27 മൈനസ് 25 എന്താവും? 2 കിട്ടും. ഇങ്ങനെയാണ് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വീണ്ടും 2-3 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അപ്പോൾ അവയുടെ ശരാശരി വെയിറ്റ് തൂക്കം എന്ന് പറയുന്നത് എത്രയാണ്? 11 കിലോഗ്രാം ആണ്. എത്രയാണ്? 11 കിലോഗ്രാം. പുതുതായിട്ട് ഒരു ടീച്ചറും കൂടി വന്നു. ടീച്ചർ വന്നപ്പോൾ എന്തായി? ശരാശരി ഏജ് ശരാശരി തൂക്കം ഒന്നുകൂടി കൂടി. ഓക്കെ, ആദ്യം 40 പേരായിരുന്നു, 40 കുട്ടികളുണ്ടായിരുന്നു. ആ 40 കുട്ടികളുടെ തൂക്കം എന്ന് പറയുന്നത് 11 ആയിരുന്നു. പുതിയ ടീച്ചർ വന്നു. ടീച്ചർ വന്നപ്പോൾ എന്തായി? ശരാശരിയുടെ തൂക്കം എന്ന് പറയുന്നത് 1 ഇൻക്രീസ് ആയി. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ചെയ്തപോലെ നേരെ യൂഷ്വലായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 40 ഇൻറ്റു 11. ഈ 40 ഇൻറ്റു 11 എങ്ങനെ ചെയ്യാം?
4 ഇൻറ്റു 11 44 ചെയ്യാം. 440 വരും. 41 ഇൻറ്റു 12 എത്ര വരും? 2. 8 8 1 9 4 492 വരും. അപ്പോൾ പുതുതായിട്ടുള്ള ഏജിൻ്റെ ടോട്ടൽ തൂക്കം എന്ന് പറയുന്നത്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 492. കുട്ടികൾ മാത്രമുള്ള സമയത്തുള്ള ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 440. അപ്പോൾ ടീച്ചർ വന്നപ്പോഴുള്ള ടോട്ടൽ വെയിറ്റിനെ പഴയ ടോട്ടൽ വെയിറ്റ് കൊണ്ട് കമ്മിയാക്കിയാൽ നമ്മുടെ ടീച്ചറുടെ വെയിറ്റ് മാത്രം കിട്ടുമല്ലോ. അപ്പോൾ 492 മൈനസ് 440 ചെയ്ത് എത്ര വരും? 52 വരും. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 52 ആണ്. ഇനി നമുക്കിത് വേറൊരു മെത്തേഡിൽ നോക്കാം. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ്? 40 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള 40 പേരുടെയും വെയിറ്റിൻ്റെ ആവറേജ് ഇൻക്രീസ് ചെയ്യണം വെച്ച് എന്ത് ചെയ്യണം? ഈ ടീച്ചർ എല്ലാവർക്കും ഓരോ വെയിറ്റ് വീതം കൊടുക്കണം. അപ്പോൾ എന്താ? ഈ 40 പേർക്കും ഓരോ കിലോഗ്രാം കൂടി കൊടുത്തു. അപ്പോൾ 40 കിലോഗ്രാം പ്ലസ് ടീച്ചറുടെ വെയിറ്റും കൂടി 12 ആയാൽ മാത്രമല്ലേ പുതിയ ആവറേജും 12 ആവുകയുള്ളൂ. അപ്പോൾ 40 പ്ലസ് ടീച്ചറുടെ വീണ്ടും ഒരു 12 കൂടി. അപ്പോൾ 40 പ്ലസ് 12 52. ഇങ്ങനെയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടീച്ചർ വന്നിട്ട് എല്ലാവർക്കും ഓരോ വെയിറ്റ് വീതം കൊടുക്കണം. അതില്ലാതെ ടീച്ചർക്കും കൂടി അതേ ആവറേജ് ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് അതുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പുതുതായിട്ട് ഉള്ള ഒന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടീച്ചർക്കും കൂടി എക്സ്ട്രാ ഒരു 12 കിലോഗ്രാം കൂടി വേണം. അപ്പോൾ 40 പ്ലസ് 12 52 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ മെത്തേഡിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ ടീച്ചറും കുട്ടികളും കൂടിയിട്ട് മൊത്തം 21 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ 21 അംഗങ്ങളുടെ ശരാശരി ഏജ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അതാണ് ടീച്ചറും കുട്ടികളും കൂടിയിട്ട് എത്ര ഏജ് ഉണ്ടായിരുന്നു? 21 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ 21 മെമ്പേഴ്സിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 12 ആണ്. ഇതിൽ നിന്നും ടീച്ചർ പോയപ്പോൾ എന്തായി? ആവറേജ് 2 കമ്മിയായി. എന്നാൽ ടീച്ചറുടെ ഏജ് എത്രയാണ്? ഇതെങ്ങനെയാണ് നോർമൽ മെത്തേഡിൽ ചെയ്യാം? നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ ചെയ്യും 21 ഇൻറ്റു 12 എത്ര വരും? 2 2 2 2 4 5 2. ഓക്കെ. ഇനി 20 ഇൻറ്റു 10 എത്ര വരും? 200 വരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ആവറേജ് എത്രയായിരുന്നു? ഫസ്റ്റ് 21 ആളുകളുള്ള സമയത്ത് 12 ആവറേജ് ഇരിക്കുന്ന സമയത്ത് ടോട്ടൽ ഏജ്, ആ ടോട്ടൽ ക്ലാസ്സിൽ ടീച്ചറിൻ്റെയും കുട്ടികളുടെയും കൂടിയുള്ള മൊത്തം ആവറേജ് എന്ന് പറയുന്നത്, മൊത്തം ഏജ് എന്ന് പറയുന്നത് 21 ഇൻറ്റു 12 252 ആണ്. ഇനി ടീച്ചർ പോകുന്ന സമയത്ത് എന്തായി? ആവറേജ് ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 10 200. അപ്പോൾ ടീച്ചർ പോകുമ്പോൾ എത്രയായിരിക്കും വെയിറ്റ്? ആ 252 നിന്നും 200 കമ്മിയാക്കിയാൽ നമുക്ക് ടീച്ചറിൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ എത്ര വരിക? 252 മൈനസ് 252 ആണ്. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. ടീച്ചർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ 21 പേരിൽ നിന്നും 2 വീതം എല്ലാവരുടെ വേജും എടുത്താൽ മാത്രമേ എല്ലാവരുടെയും ആവറേജ് എന്താവുകയുള്ളൂ? 2 കമ്മിയാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ 21 ഇൻറ്റു 2 എത്ര വരും? 42 വരും. ഇതില്ലാതെ ടീച്ചറിന് ഓൾറെഡി ഉള്ള പുതിയ ആവറേജ് കയ്യിലുണ്ടായിരുന്നാൽ മാത്രമല്ലേ ശരിയാവുകയുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ 42 പ്ലസ് 10 52. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ ടീച്ചർ ഈ 21 ആളുകളിൽ നിന്നും എന്ത് ചെയ്യണം? 2 വീതം ആവറേജ് എടുത്താൽ മാത്രമേ ആ ഒരു ശരാശരി 2 കമ്മിയാവുകയുള്ളൂ. ഇതില്ലാതെ ടീച്ചർക്കും കൂടി പുതിയ ആവറേജ് ഏജ് ഉണ്ടായാൽ മാത്രമേ ആ ശരാശരി മൊത്തമായിട്ട് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ 21 ഇൻറ്റു 2 42 പ്ലസ് 10 52. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളെല്ലാം എന്തായിരുന്നു? പുതുതായിട്ട് മെമ്പർ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ കൂടുക അല്ലെങ്കിൽ കമ്മിയാവുകയായിരുന്നു. ഇതെന്തായിരുന്നു? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പോകുമ്പോഴുള്ള കണക്കാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത ഒരു കണക്ക് നോക്കാം. ഒരു ഗ്രൂപ്പിൽ 31 ആളുകളുണ്ടായിരുന്നു. എത്ര? 31 ആളുകളുണ്ടായിരുന്നു.
അവയുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 44 ഓക്കെ. ഈ 31 പേരുണ്ടാകുന്ന സമയത്ത് ആവറേജ് 41. ഇവരിൽ നിന്നും ഒരാൾ പോയപ്പോൾ ഇവരുടെ എല്ലാം ആവറേജ് ഇൻക്രീസായി, ഒന്ന് വീതം ഇൻക്രീസായി. ഓക്കെ, എന്തായി? 45. ആവറേജ് ഏജ് എന്ന് പറയുന്നത്, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45. അപ്പോൾ പോയ ആളുടെ വെയിറ്റ് എത്രയാണ്? അപ്പോൾ ഇത് നമുക്ക് നോർമലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 31 × 44 30 × 45. ഇതെത്ര വരിക? 1 4 4 4 3 12 12 4 16 സിസ്റ്റം 1 4 3 12 1 13. 30 × 45 ചെയ്താൽ എത്ര വരും? 45 90 135. അപ്പോൾ 1350 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരാൾ പോകുന്നതിന് മുമ്പ് 1364 ടോട്ടൽ വെയിറ്റ്. പുതുതായി വന്ന ഒരാൾ പോയപ്പോൾ എന്തായി? ആവറേജ് വെയിറ്റ് കമ്മിയായിട്ട് 1350. അപ്പോൾ ടോട്ടൽ ഏജ് എത്രയായി കമ്മിയായി? വെയിറ്റ് എത്ര കമ്മിയായി? 14 കമ്മിയായി. 1364 നിന്നും 1350 കമ്മിയാക്കിയാൽ 14 കിട്ടും. അപ്പോൾ പോയ ആളുടെ വെയിറ്റ് എത്രയാണ്? 14. ഇനി നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? അതല്ലാതെ അയാളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 45 ആയിരിക്കണം. അപ്പോൾ ഈ 45 നിന്നും എന്തായി? 45 നിന്നും അയാൾ 31 പേരുടെയും ഓരോരോ ഏജ് എടുത്താൽ മാത്രമല്ലേ പുതിയ ആവറേജ് എന്ന് പറയുന്നത് ഒന്ന് കമ്മിയായിട്ട് 44 നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്തായി? 45 - 31 എത്ര വരും? 14 വരും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേറെ അടുത്തൊരു കണക്ക് കൂട്ടാം. ഈ ഒരു കണക്ക് കൂട്ടൽ എങ്ങനെയായിരിക്കും? ഒരാൾ വന്നിട്ട് വേറൊരാൾ പോകുന്നത് മാതിരിയുള്ള കണക്കുകൾ നമുക്ക് ചെയ്യാം. നമുക്കൊരു കണക്ക് ചെയ്യാം. 50 പേരുള്ള ഒരു സംഘം. അതിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 45 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചു? 40 കിലോഗ്രാം വെയിറ്റുള്ള ഒരു വ്യക്തി പോയിട്ട് പുതുതായിട്ട് വേറൊരാൾ വന്നു. ഓക്കെ, അപ്പോൾ ആവറേജ് വെയിറ്റ് എന്തായി? 46 ആയി. എന്നാൽ പുതുതായി വന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പറയാം. 50 പേരുള്ള സംഘം, അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. 40 കിലോഗ്രാമുള്ള ഒരു വ്യക്തി പോയിട്ട് പുതുതായിട്ടുള്ള ഒരു വ്യക്തി വന്നു. അപ്പോൾ ആ സംഘത്തിൻ്റെ ആവറേജ് വെയിറ്റ് 46 ആയി. അപ്പോൾ പുതുതായി വന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ആദ്യം എത്രയായിരുന്നു? 50 × 45 എത്രയാണ്? 2250. ഇതെങ്ങനെ ഈസിയായി ചെയ്യുക? 45ൻ്റെ പകുതി 22.5 × 100. അപ്പോൾ 2250. ഒരാൾ പോയിട്ട് പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ എന്തായി? വെയിറ്റ് എന്തായി? ഒന്ന് ഇൻക്രീസ് ചെയ്ത് 46 ആയി. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 50 × 46 2300 ആണ്. ഇതെങ്ങനെ ചെയ്യുക? 46ൻ്റെ പകുതി 23 23 × 100 2300. അപ്പോൾ പുതുതായിട്ടുള്ള വെയിറ്റ് മൈനസ് പഴയ വെയിറ്റ് എത്രയാണ്? 50. ഓക്കെ ആണല്ലോ. ഈ 50ഉം പിന്നെ ഓൾറെഡി ഒരാൾ 40 ഉണ്ടായിരുന്നല്ലോ. 40 പോയിട്ടുള്ള ആളിൻ്റെ പകരം വന്നപ്പോഴാണല്ലോ ഈ 50 കൂടിയത്. അപ്പോൾ ഈ 50 + 40 90 എന്ത്? പുതുതായി വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഫസ്റ്റത്തെ ഇനീഷ്യൽ വെയിറ്റ് എന്ന് പറയുന്നത് 50 × 45 2250 ആയിരുന്നു. ഒരാൾ പോയിട്ട് പുതുതായിട്ട് വേറൊരാൾ വന്നപ്പോൾ വെയിറ്റ് എന്തായി? 2300 ആയിട്ട് ഇൻക്രീസ് ആയി. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ആണ്. ഈ 50 അല്ലാതെ ഓൾറെഡി പോയ ആളുടെ വെയിറ്റ് 40 ആണ്. അപ്പോൾ 40 + 50 90 പുതുതായി വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈസിയായി ചെയ്യാം? പുതുതായി വന്ന ആൾ എന്ത് ചെയ്യണം? ഈ 50 ആൾക്കാരുടെയും വെയിറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വെച്ചാൽ ഈ 50 പേർക്കും ഓരോ കിലോഗ്രാം വീതം സംഭാവന ചെയ്യണം. അപ്പോൾ ഈ 50 പ്ലസ് പിന്നെ ഓൾറെഡി ഒരാൾ പോയത് എത്ര? എൻ്റെ വെയിറ്റ് ആയിരുന്നു 40 ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 40 കൂടി കൂട്ടണം. അപ്പോൾ 50 + 40 എന്തായി? 90 ആയി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു കണക്ക് നോക്കാം. 40 അംഗങ്ങളുള്ള ഒരു സംഘം, അതിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്.
ഓക്കെ, ഇതിൽ എന്ത് സംഭവിച്ചു? 50 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നപ്പോൾ എന്തായി? ആവറേജ് വെയിറ്റ് കമ്മിയായിട്ട് 14ആയി. എന്നാൽ പുതുതായി വന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? ഇതെങ്ങനെയാണ് യൂഷ്വലായിട്ട് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? 40 × 15 എത്ര വരും? 600 വരും. ഇതെങ്ങനെ ചെയ്യാം? 40 × 15, അപ്പോൾ 15 × 2 30, 30 × 2 60, 600. ഓക്കെ, ഇനി 40 × 14 എത്ര വരും? 28, 56, 560 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 50 കിലോഗ്രാം പോയിട്ട് പുതുതായിട്ട് വന്നപ്പോൾ എന്തായി? 560ആയി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 40. ഓക്കെ, അപ്പോൾ 600 - 560 എത്ര? 40. അപ്പോൾ 50 കിലോഗ്രാം ഉള്ള ആൾ പോയിട്ട് വേറെ ആൾ വന്നപ്പോൾ എത്രയായി? 40 കമ്മിയായി. അപ്പോൾ 50 - 40 എത്രയാണ്? 10 കിലോഗ്രാമാണ് പുതുതായി വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടി വിശദീകരിക്കുന്നത് വെച്ചാൽ, അപ്പോൾ 50 കിലോഗ്രാമുള്ള ആൾ പോയ സമയത്ത് 600 നിന്ന് വെയിറ്റ് എത്രയാവും? 550. പിന്നെ വേറൊരാൾ വരുമ്പോഴാണ് 560 ആകുന്നത്. അപ്പോൾ അത് എത്ര കിലോഗ്രാമുള്ള ആളാണ് വരേണ്ടത്? 10 കിലോഗ്രാമുള്ള ആളാണ് വരേണ്ടത്. അപ്പോൾ പുതിയ വന്ന ആളുടെ വെയിറ്റ് എത്ര എന്ന് പറയുന്നത് എത്രയാണ്? 10ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, 600 ടോട്ടൽ വെയിറ്റ്, അത് കമ്മിയാകുന്ന സമയത്ത് 560 കിട്ടി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40ആണ്. ഈ 40 വരാൻ കാരണം അവിടെ നിന്നാണ് 50 ഉള്ള ഒറിജിനൽ ആളിൽ നിന്നുമാണ് ഈ 40ലേക്ക് എത്തുന്നത്. അപ്പോൾ 50 - 10 40, 10. അപ്പോൾ ഇവിടെ എത്രയാണ്? പുതിയ ആളുടെ തൂക്കം എത്രയാണ്? = എന്താ? പോയ ആളുടെ തൂക്കം എത്രയാണ്? 50 പ്ലസ് ആകെ എത്ര ആൾക്കാരുണ്ട്? 40 ഉണ്ട്. ശരാശരിയിൽ എത്ര വ്യത്യാസം? -1 ആവുകയാണ് ചെയ്യുന്നത്. -1 കമ്മിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 50 - 40 എത്ര വരും? 10 കിലോഗ്രാം വരും. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനി അടുത്തൊരു കണക്ക് ചെയ്യാം. ഒരു ബെഞ്ചിൽ 5 കുട്ടികളുണ്ടായിരുന്നു. എത്ര കുട്ടികൾ? 5 കുട്ടികളുണ്ടായിരുന്നു. അവയുടെ മാർക്കിൻ്റെ ശരാശരി പറയുന്നത് എത്രയാണ്? 88ആണ്. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയിട്ട് വേറൊരു കുട്ടി വന്നപ്പോൾ എന്തായി? ശരാശരി കമ്മിയായിട്ട് 86ആയി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ പുതിയ വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. 5 കുട്ടികളുണ്ടായിരുന്നു. അവയുടെ ആവറേജ് എന്ന് പറയുന്നത് 88ആണ്. ഒരു കുട്ടി പോയിട്ട് 100 മാർക്ക് ഉള്ള ഒരു കുട്ടി പോയിട്ട് പുതുതായിട്ട് ഒരു കുട്ടി വന്നപ്പോൾ എന്തായി? മാർക്ക് 86ആയി. 2 കുറഞ്ഞിട്ട് 86ആയി. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? 5 × 88 എത്ര വരും? 440 വരും. ഓക്കെ, 5 × 86 എത്ര വരും? അപ്പോൾ 440 - 30 10 വരും. ഓക്കെ, 100 - 10 = 90. 90 മാർക്കുള്ള കുട്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ 5 × 88 440, 5 × 86 430. ഈ 440 - 430 ഡിഫറൻസ് എത്രയാണ്? 10ആണ് ഡിഫറൻസ്. അപ്പോൾ 100 - 10 90. ഇനി ഇതില്ലാതെ ഇത് വേറെ അങ്ങനെ ഈസിയായി ചെയ്യാം. പുതുതായിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഈ പുതുതായിട്ട് വരുന്ന കുട്ടി ഈ 5 പേരിൽ നിന്നും 2 മാർക്ക് വീതം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 × 2 10 ആണല്ലോ. ഓൾറെഡി ഉള്ള ആളുടെ മാർക്ക് എത്രയായിരുന്നു? 100 മാർക്കായിരുന്നു. അപ്പോൾ 100 - 10 90ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. 5 ആളുകളുള്ള ഒരു സംഘം. അവരുടെ ആവറേജ് ഏജ് എത്രയാണ്? അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 50ആണ്. ഓക്കെ, 40 ഏജുള്ള ഒരാൾ പോയിട്ട് വേറൊരാൾ വന്ന സമയത്ത് എന്തായി? ആവറേജ് ഏജ് 51ആയിട്ട് 1 ഇൻക്രീസ് ചെയ്ത് 51ആയി. എന്നാൽ പുതുതായി വന്ന ആളുടെ ഏജ് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോൾ 5 × 50 250. ഓക്കെ, 250 40 വയസ്സുള്ള ഒരാൾ പോയി എന്തായി? 210ആയി. ഓക്കെ, പുതുതായിട്ടുള്ള ടോട്ടൽ ആവറേജ് എത്രയാണ്? 255ആണ്. ഓക്കെ, അപ്പോൾ 255 - 210 വരും. 255 - 210 എത്രയായി? 45ആയി. ഓക്കെ, അപ്പോൾ പുതുതായി വന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? 45ആണ്. ഇത് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ
ഈ 50 പേർക്കും 50 ഏജ് 51 ആകുമ്പോൾ ഈ 5 പേർക്ക് നമ്മൾ ഓരോ വെയിറ്റ് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ആ 5 പ്ലസ് ഓൾറെഡി പോയ ആളുടെ വെയിറ്റ് എത്രയാണ്? 40 ആണ്. അപ്പോൾ 40 + 5 45. ഇങ്ങനെ ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ മാത്സ് പറയുന്നത് ഒരുപാട് ബൈഹാർട്ടാക്കി പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് അവിടെ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റണം. ഇനി ഈ ആവറേജ് തന്നെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഓർമ്മ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഇട്ടിട്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഈസിയാക്കി ചെയ്തേ പറ്റുകയുള്ളൂ. ഓക്കെ, മാത്സ് നമുക്ക് അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വെച്ചാൽ ആ 10 ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്ത് ഫുള്ള് കറക്റ്റാക്കിയാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വല്ല ഡൗട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.